സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ 24 റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. എൻജിൻ്റെ ഭാഗത്തുനിന്നും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ അതേമാതിരി നമ്മൾ ഈ കൂളൻ്റ്, അതേപോലെ പിന്നെ വൈപ്പർ ടാങ്കിൻ്റെ അകത്ത് മറ്റേ വിൻഡ്ഷീൽഡിനുള്ള മറ്റേ ഇത് ഒഴിക്കുന്നത്, എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചത്. പിന്നെ ഇതൊരു നല്ല അടിപൊളി സ്ഥലമാട്ടോ, കുഴപ്പമില്ല. പാർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലാട്ടോ, കണ്ടോ റോഡ് ഇതാ അടിപൊളി. അവിടെ ഇവിടെയൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടേ. ഇവിടെ എങ്ങനെയാണ് വണ്ടി വെക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബെൻസിൻ്റെ അപ്പോൾ ഈ ആദ്യം മുന്നിൽ ഈ ബോണറ്റ് ഒന്ന് പൊക്കണം. അപ്പോൾ അതിന് നമ്മുടെ ഈ സൈഡിലൊരു ചെറിയൊരു ലിവറുണ്ട്, എൻ്റെ കയ്യിനെ വെച്ചിട്ടുണ്ടോ, അത് ഒന്ന് മെല്ലെ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആവും. പിന്നെ അതേമാതിരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടെയായിട്ട് ഒരു ലിവറുണ്ട്. അപ്പോൾ അത് ഓപ്പണായിട്ട് പൊന്തിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ പൊന്തിച്ചാൽ നമ്മൾ കാണുന്നത് ഇങ്ങനൊരു ഇതാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇത് കണ്ടോ, ഇത് എൻജിൻ ഓയിൽ ഒഴിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് മാറിപ്പോയത്, ഇത് പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്ന സ്ഥലമാണ്. ഇത് എൻജിൻ ഓയിൽ ഒഴിക്കുന്നതാണ്. ഇത് നമ്മുടെ കൂളൻ്റ് ഒഴിക്കുന്നത്. മനസ്സിലായല്ലേ? നമ്മളൊരു ടെൻഷൻ്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങിയിട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം കൂളൻ്റ് ഒഴിക്കുന്നത് ചിലപ്പോൾ ഇവിടെ പിടിച്ചൊന്ന് ഒഴിച്ചു. പക്ഷെ അത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അറിവുള്ളവരുണ്ടാവും, അറിയാത്തൊരാൾക്കാർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൂളൻ്റ് ഇതും ടോപ്പ് തുറന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൂളൻ്റിൻ്റെ അളവെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ കൂളൻ്റ് ഒഴിക്കണം. പിന്നെ നമ്മൾ പിന്നെ അതേപോലെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വൈപ്പർ ടാങ്കിൻ്റെ വെള്ളം ഒഴിക്കുന്ന സ്ഥലം. ഇത് പിന്നെ മഞ്ഞുകാലൊക്കെ ആവുന്ന നേരം ഇതിൻ്റെ അകത്ത് വേറൊരു ലിക്വിഡ് തന്നെയാണ് ഒഴിക്കേണ്ടത്. എന്നാലേ ഉള്ളൂ ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് ഇതാവുകയുള്ളൂ. പിന്നെ വെള്ളം പിന്നെ കട്ട പിടിക്കാതിരിക്കുകയുള്ളൂ. മനസ്സിലായില്ല? മഞ്ഞുകാലത്ത് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വരണ്ടേ. അപ്പോൾ ഒരു ലിക്വിഡും കൂടെ കൂട്ടിയുള്ള സാധനമാണ് ഒഴിക്കുക. അപ്പോൾ എന്താ, വെള്ളം തന്നെ കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രീസായി പോകും. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഐസും കട്ടയുണ്ടാവും, പിന്നെ വെള്ളം പുറത്തേക്ക് വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. പിന്നെ അതേമാതിരി പിന്നെ ഇതില്ലേ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടീനകത്ത് കൂളൻ്റ് കുറവാണെങ്കിലും എൻജിൻ ഓയിൽ കുറവാണെങ്കിലും ഇനിയിപ്പോൾ വൈപ്പർ ടാങ്കിൽ വെള്ളം കുറവാണെങ്കിലും എല്ലാം എന്തുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഡിസ്പ്ലേൻ്റെ അകത്ത് കാണിക്കും. മനസ്സിലായില്ലേ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറയാ നേരത്താണ് കാണിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ദിവസം നോക്കൽ ഒരു പ്രാബല്യമായ കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ നമുക്കിപ്പം വണ്ടി നിർത്തൽ എന്തായാലും ആ സമയത്ത് നമ്മളിതൊക്കെ നോക്കി വൈപ്പർ ടാങ്കിൽ വെള്ളം, നമ്മുടെ കൂളൻ്റെ ടാങ്കിലെ വെള്ളം, എൻജിൻ ഓയിലിൻ്റെ ഇത് കാണിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എൻജിൻ്റെ കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ വേറെയൊന്നും ചെയ്യണ്ട. പിന്നെ അതേമാതിരി ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ, നമ്മുടെ വണ്ടീൻ്റെ ടയറിൻ്റെ അകത്ത് കാറ്റ് കുറവാണെങ്കിൽ നമ്മളെടുത്ത് അതിൻ്റെ പൈപ്പും അതിൻ്റെ ഹോസില്ല അതും പിന്നെ അതിൻ്റെ പരിശോധിക്കുന്ന മറ്റേ ഒരു ഗേജില്ലേ, എയർ ഗേജിൻ്റെ അതുമുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം, ആ പൈപ്പിൻ്റെ അത് കുത്തിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നേരെ എടുത്തിട്ട് വേണം നമ്മളെ വണ്ടിയിലെ കാറ്റ് നമ്മൾ തന്നെ അടിക്കണം. മറ്റേ സലീംകുമാർ മറ്റേ സിനിമയിൽ പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ തന്നെ മതി എന്നുള്ളതില്ല. അതുകൊണ്ട് അല്ല, സലീംകുമാറല്ല, നമ്മുടെ ക്യാപ്റ്റൻ രാജ് പറഞ്ഞാൽ എന്നെ തള്ളായി എനിക്ക് മാത്രം മതി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലെ എയർ ചെക്ക് ചെയ്യാം കേട്ടോ, ടയറിൻ്റെ എയറും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എൻജിൻ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എൻജിൻ ഭാഗം എന്നല്ല, നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിപ്പോൾ വൈപ്പർ ടാങ്കിൻ്റെത്, ഇത് പച്ച നിറത്തിലുള്ള ഇത് പിന്നെ നമ്മുടെ കൂളൻ്റ്, ഇത് നമ്മുടെ ഓയിൽ. മനസ്സിലായില്ലേ? പിന്നെ ഇതൊന്നും നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിൽ നമ്മളിത് നോക്കേണ്ട ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് തന്നെ ഒരു നല്ലതാണ്.
കാരണം അത് തീരാൻ നേരത്ത് വണ്ടീൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു, നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാക്കുന്നത് തമ്മിൽ രണ്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഒരു മിനിറ്റ്, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് താത്ത, എന്നിട്ട് ഇതേമാതിരി നമ്മുടെ ഈ ഏരിയല്ലേ ലോക്ക് വരുന്ന ഏരിയ, അവിടെ ഒരു പ്രസ് കൊടുക്കാം. അതേപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ അതെ ഒരു പ്രസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ വീലൊന്ന് കാറ്റ് കുറവുണ്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുക. പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ട സാധനം ഡീസൽ ടാങ്ക് ആരോ പൊട്ടിച്ചിട്ടുണ്ടോ, ഡീസലിനകത്ത്. പിന്നെ മെയിൻ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡീസൽ ടാങ്ക് പൊട്ടിക്കുക, പിന്നെ നമ്മളെ വണ്ടീൻ്റെ ഈ മറ്റേ ഇതിപ്പോൾ നമ്മളിത് സിലോ ആയതിനെക്കൊണ്ട് നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് പൊട്ടിച്ചെടുത്തെടുത്തുകൊണ്ടുവന്ന പരിപാടിയൊന്നും ഇതുവരെ കണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മറിച്ച് ഇപ്പോൾ അവിടെ കിടക്കുന്ന ട്രെയിലർ കണ്ടോ, അത് കണ്ടോ, അതിൻ്റെയൊക്കെ ബാക്ക് പൊളിച്ചിട്ട് സാധനം എടുത്തുകൊണ്ട് പോവുക. മറ്റേ കർട്ടനാണെങ്കിൽ അത് കീറിയിട്ട് കള്ളന്മാരെടുത്തുകൊണ്ട് പോവുക. പരിപാടികളൊക്കെ ഉണ്ട്. അത് ആ നാട്ടുകാരും നമ്മളെ ഡ്രൈവർമാരെന്നൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല കറക്റ്റായിട്ട്, വലിയൊരു നിശ്ചയമില്ല. എന്നാലും അപ്പോൾ എന്തായാലും അങ്ങനെ പരിപാടി ഉണ്ട്. പിന്നെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കക്കലാണ്. മനസ്സിലായില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് മറ്റേ എന്തോ മെഷീനൊക്കെ വെച്ചിട്ടാണ് സാധനം എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിന് ശേഷം നമ്മുടെ ഈ 2 ടയറുകൾ ഒന്ന് തട്ടി നോക്കുക. അതിന് പിന്നെ സാധനങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അതേമാതിരി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. കാരണം ഇവിടെ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. പിന്നെ നമ്മുടെ ഈ വീല്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് കാണാം. ഇതിൽ കാറ്റ് കുറവുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് തന്നെ ഇവിടുന്ന് ഓപ്പണായിട്ട് കാണാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വീലുകൾ. പിന്നെ അതേമാതിരി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ അത് ആ കിടക്കുന്ന ആ കണ്ടെയ്നർ മറ്റേ അത് നമ്മുടെ ഫെഡെക്സിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ അതായാലും എന്തിനായാലും നമുക്ക് ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സീല് തരും. ഈ സീലുണ്ടോ നമ്മൾ നോക്കണം രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട്. കാരണം കള്ളന്മാർ ഇതിപ്പോൾ നമ്മളെ ടാങ്കർ അതിനെക്കൊണ്ട് ഇത് പൊട്ടിക്കില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് പോലും പൊട്ടിക്കായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കില്ല, അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഈ കണ്ടെയ്നർ ഈ ഇങ്ങനത്തെ ഇത് കണ്ടോ, ബോക്സ് ടൈപ്പ് കണ്ടെയ്നർ അല്ലെ കർട്ടൻ കണ്ടെയ്നർ, അങ്ങനെയുള്ള വണ്ടികളുടെ ഈ സീല് പൊട്ടിച്ചിട്ടാണ് വലിയ സാധനം എടുക്കുക. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതും ശ്രദ്ധിക്കണം. നമ്മൾ വെച്ച സീല് നമ്മുടെ വണ്ടീൻ്റെ മുകളിലുണ്ടോ. മനസ്സിലായില്ലേ? പിന്നെ ഒന്ന് ബാക്ക് ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ അതേപോലെ ഈ ലൈറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കണം. അത് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്ടാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെതാ ഈ വീല്, ഇത് കുഴപ്പമില്ല. നമ്മൾ 3 വീല്, ബാക്കത്തെ 3 വീല് നോക്കുക, പ്രാഥമികം നോക്കുക. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളും അതും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ 2 ടയർ അത് തട്ടി നോക്കി, അതൊക്കെയുള്ള കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ല? അപ്പം അങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഓക്കെ. ഇപ്പം നമ്മുടെ വണ്ടീൻ്റെ ഒരു പ്രാഥമിക ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? അപ്പം എന്താ പറയുക, ഇത് നമ്മളെന്നും രാവിലെ ചെയ്യണം. ഏത് നമ്മുടെ വണ്ടീൻ്റെ ടയർ നോക്കുക, നമ്മളെ സീല് അതങ്ങനെ തന്നെ അതിൻ്റെ മുകളിലുണ്ടോ നോക്കണം. കാരണം കള്ളന്മാർ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നോക്കണം. പിന്നെ അതേമാതിരി നമ്മൾ നമ്മുടെ ഈ കർട്ടനും കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ കണ്ടെയ്നറിൻ്റെ ബാക്കിൽ ഇത് പൊട്ടിച്ചിട്ടാണ് കള്ളന്മാർ എടുത്തുകൊണ്ട് മറ്റേത്. പിന്നെ അതേമാതിരി കർട്ടനാണെങ്കിൽ അതിൻ്റെ സൈഡ് കീറി നോക്കും അതിനുള്ളിൽ എന്താണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ആരും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, ഡീസലായാലും നമ്മുടെ വണ്ടിയിലായാലും എന്തായാലും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഇവിടുത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും ഇല്ലാതെ എല്ലാവരും നല്ല അടിപൊളിയിലാവട്ടെ. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ എന്താ പറയുക, ഇത് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ.
അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ. ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.